ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹാർട്ട് സ്റ്റൈൻ എന്ന സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ദോഹയാണെങ്കിൽ ഇപ്പോൾ ലഗേജൊക്കെ പാക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അവനങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് ചെന്ന് നിൽക്കുന്ന സമയം അവൻ്റെ അമ്മ കോൾ ചെയ്തിട്ട് നീ ഇറങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ഇറങ്ങിയ അമ്മ. പിന്നെ അമ്മ ഇറങ്ങിയാൽ തന്നെ അവിടെ എത്തി ആൻറ്റീനെ മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അമ്മ അന്വേഷിച്ചെന്നൊക്കെ പറഞ്ഞു വേണം ഞാൻ അവിടെ എത്തിയിട്ട് കോൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ആ സമയം അതിന് ചുറ്റും നോക്കുന്നുണ്ട് ഹിയോൺ എങ്ങാനും വരുന്നുണ്ടോയെന്ന്. എന്നാൽ അവൻ തന്നെ സ്വയം പറയുന്നുണ്ട് ഹിയോൺ എന്നെ കാണാനൊന്നും വരാൻ പോകുന്നില്ല എന്ന്. അതേസമയം ഹിയോണിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ അവൻ്റെ വീട്ടിൽ നിന്ന് വിചാരിക്കുന്നുണ്ട് ദോഹ പോയിട്ടുണ്ടാവോ ഇല്ലയോ എന്ന്. പിന്നീട് കാണിക്കുന്നത് 4 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. 4 വർഷം കഴിഞ്ഞിട്ട് ഒരു ദിവസം ഹിയോണും ടേമിനും ലീസോരിയും തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയം ലീസോരിയും ടേമിനും നിന്നെ വിളിച്ചാൽ പോലും കിട്ടുന്നില്ലല്ലോ, നീ അത്രയ്ക്ക് ബിസിയാണോ, നിൻ്റെ മുഖം കണ്ടിട്ട് തന്നെ എത്ര കാലമോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം പഠിക്കാനുള്ള പിള്ളേർക്കൊക്കെ അങ്ങനെ തന്നെയാണെന്ന് ഹിയോൺ തിരിച്ച് പറയുന്നുണ്ട്. ആ സമയം ടേമിനാണെങ്കിൽ നീ എന്തെങ്കിലും ഒരുമാതിരി ഇരിക്കുന്നത്, ഇപ്പോഴും ദോഹേനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ലീസോരി ടേമിൻ്റെ അടുത്ത് മിണ്ടാതിരിക്കാനായിട്ട് പറയുന്നുണ്ട്. ടേമിനപ്പോൾ ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലല്ലോ, നീ ഈ സമയം കൊണ്ട് ദോഹേനെ മറന്നു കാണുമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ഹിയോൺ ഞാനങ്ങനെ അവനെ മറക്കാനാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ടേമിൻ അപ്പം നിനക്ക് ഇപ്പോഴും അവനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഹിയോൺ അതേന്ന് പറയാണ്. ലീസോരി അപ്പം നീ വേറെ ആരും ഡേറ്റ് ചെയ്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹിയോൺ ഇല്ലയെന്ന് പറയുന്നുണ്ട്. ആ സമയം ടേമിനെ ലീസോരി എങ്കിൽ പിന്നെ നീ ഒന്ന് ദോഹേനെ കോൾ ചെയ്ത് അവൻ്റെ അടുത്ത് സംസാരിച്ച് നോക്കാൻ പറയുമ്പോഴത്തേക്കും ഹിയോൺ ആണെങ്കിൽ എനിക്കതിന് പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവനെ ഹേർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ അവൻ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇടയിലോട്ട് കയറി പോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ടേമിന് ആ സമയം ആക്ച്വലി ഞാനും ദോഹയും തമ്മിൽ ഇപ്പോൾ കോൺടാക്റ്റിലുണ്ട്, അവനെൻ്റെ അടുത്ത് ഒരാഴ്ചയും കൂടെ കഴിയുമ്പോൾ ഇങ്ങനെ തിരിച്ച് വരുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നീയൊന്ന് അവനെ പോയി മീറ്റ് ചെയ്താൽ നന്നായിരിക്കും. പിന്നെ ഞാനും അവൻ എപ്പോൾ സംസാരിച്ചാലും അവൻ നിന്നെക്കുറിച്ച് ചോദിക്കാറുണ്ട്. എൻ്റെ ഒരു ഫീലിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കണ്ടിട്ട് അവൻ ഇപ്പോഴും നിന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നത്. നീ ഒന്ന് അവനെ പോയി മീറ്റ് ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട്. ലീസോരിയും ശരിയാ, ഒന്ന് പോയി മീറ്റ് ചെയ്ത് നോക്ക്, കണ്ടിട്ട് നിങ്ങൾ രണ്ടുപേരും ഇപ്പോഴും പരസ്പരം കെയർ ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നതെന്ന് പറയുന്നുണ്ട്. ഹിയോൺ അതെല്ലാം കേൾക്കുന്നുണ്ട്. തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്ത് ആ ഒരു കാര്യമൊക്കെ ആലോചിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ ഒരാഴ്ച കഴിയുന്നുണ്ട്. ദോഹ തിരിച്ചു വരുന്ന ദിവസം ഹിയോണാണെങ്കിൽ ദോഹയുടെ വീട്ടിലെ ഫ്രണ്ടിൽ ചെന്ന് അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ദോഹ വരുന്നതും ദോഹനെ കണ്ടോണ്ടേ തന്നെ ഹിയോൺ പോയി ഹഗ് ചെയ്തിട്ട് ഞാൻ നിന്നെ ഒത്തിരി മിസ് ചെയ്തു എന്ന് പറയാണ്. ദോഹ അപ്പോൾ നീ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹിയോൺ അതേന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവർ നേരെ ഒരു കഫേയിലേക്ക് പോയിരുന്ന് സംസാരിക്കുമ്പോൾ ഹിയോണാണെങ്കിൽ ദോഹയുടെ കണ്ണിലേക്ക് നോക്കാതിരിക്കുന്ന കാണുമ്പോഴത്തേക്കും ദോഹയാണെങ്കിൽ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ മുഖത്തോട്ട് പോലും നീ നോക്കുന്നില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹിയോണാണെങ്കിൽ ഒരുപക്ഷെ നിൻ്റെ മുഖത്ത് പോയിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ കരഞ്ഞു പോവും. നീ പോയതിന് ശേഷമാണ് എനിക്ക് നിൻ്റെ അടുത്തുള്ള ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റിയത്. ഞാൻ അത് മനസ്സിലാക്കാൻ ഒത്തിരി വൈകിപ്പോയി, എനിക്ക് നിൻ്റെ അടുത്ത് തുറന്ന് പറയാൻ പോലും പറ്റിയില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ദോഹയാണെങ്കിൽ ആ ഒരു സങ്കടത്തിൻ്റെ മൂഡൊക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് നീ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള രീതിയിൽ അവൻ ചിരിച്ച് കംഫർട്ടബിളായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഹിയോൺ വീണ്ടും ആ ഒരു കാര്യമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ദോഹയാണെങ്കിൽ എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്, ഞാൻ നിന്നെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്, ഞാനിനി ഇങ്ങോട്ടേക്ക് തിരിച്ച് വരത്തില്ലെന്ന് വിചാരിച്ചതാണ്, എന്നാൽ നിന്നെക്കുറിച്ച് ആലോചിച്ചിരുന്നിട്ട് കണ്ടില്ലേ ഞാനിപ്പോൾ ഇവിടെ തിരിച്ചെത്തുകയും ചെയ്തു, നീയുമായിട്ടിപ്പോൾ സംസാരിക്കുകയും ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ഹിയോണാണെങ്കിൽ നീ എത്ര ദിവസം ഇവിടെ ഉണ്ടാവും എന്ന് ചോദിക്കുകയാണ്. ആ സമയം ദോഹ 3 ആഴ്ച ഇവിടെ കാണുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഹിയോൺ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, നീ എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ദോഹ ഓക്കെ എന്ന് പറയാണ്. അവരങ്ങനെ നേരെ ബീച്ചിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെന്നിട്ട് അവരിങ്ങനെ കയ്യും പിടിച്ച് നടക്കുന്ന സമയത്ത് ഹിയോണാണെങ്കിൽ നിനക്ക് ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദോഹ ഇല്ലയെന്ന് പറഞ്ഞിട്ട് അതേ സെയിം ചോദ്യം ഹിയോണിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ആ സമയം ഹിയോണും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ദോഹ ആ സമയം ആക്ച്വലി എൻ്റെ കൈ പിടിക്കുന്നതിന് മുമ്പ് നീ ആ ചോദ്യം ചോദിക്കേണ്ടതല്ലേ, എന്തിനാ കൈ പിടിച്ചതിന് ശേഷം ചോദിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ട്. ആ സമയം ഹിയോൺ എനിക്ക് എൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയാണ്. എന്നാൽ പിന്നീട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കും ദോഹയാണെങ്കിൽ ഇല്ല പറയാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ഹിയോണ് അത് പിന്നെ നമുക്കൊരു ബെറ്റ് വെച്ചാലോ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് ചെയ്യാം, നീ പോകുന്നതിൻ്റെ ആ ദിവസത്തിന് മുന്നേ നിനക്ക് എൻ്റെ അടുത്ത് ഇഷ്ടം തോന്നുവാണെങ്കിൽ ഞാൻ ജയിക്കും, ഇഷ്ടം തോന്നിയില്ലെങ്കിൽ നീ ജയിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ദോഹയാണെങ്കിൽ നീ സീരിയസ് ആയിട്ടാണോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഹിയോൺ അതേന്ന് പറയുന്നുണ്ട്. ദോഹ ഉടനെ ഹിയോൺ ഹഗ് ചെയ്തിട്ട് എങ്കിൽ പിന്നെ നീ ഇപ്പോഴേ ആ ബെറ്റി ജയിച്ചു, കാരണം മുമ്പായാലും ഇപ്പോഴായാലും ഇനി ഫ്യൂച്ചറിലായാലും എനിക്കിതിന് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. ഹിയോൺ ആ സമയം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിന് ഇതുപോലൊരു ബെറ്റ് വെച്ചില്ലേ ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, അതിൽ എനിക്ക് നിൻ്റെ അടുത്ത് ഫീലിങ്സ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഞാൻ ജയിച്ചു എന്നായിരുന്നു നീ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്നാൽ സത്യത്തിൽ അതിൽ നീയായിരുന്നു ജയിച്ചത്, എനിക്കിതിനെ ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ദോഹയാണെങ്കിൽ പക്ഷേ ബെറ്റ് തീരുന്ന സമയത്ത് നിനക്കെന്നെ ഇഷ്ടമല്ലായിരുന്നല്ലോ, അതുകൊണ്ട് ആ സമയത്ത് നീയല്ലേ ജയിച്ചത്, നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറ, ആ ജയിച്ചതിന് പകരമായിട്ട് ഞാനത് നടത്തി തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഹിയോൺ എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, നീ എന്നെ വിട്ട് പോകരുത്, എനിക്കറിയാം നീ അബ്രോഡ്
അങ്ങോട്ട് പോയി പഠിക്കുന്നത് നിൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണെന്ന്. പക്ഷേ എനിക്ക് നിന്നെ ഇനി വിട്ട് കളയാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് ദോഹയും ഹിയോണും ദോഹയുടെ വീട്ടിലേക്ക് വരാണ്. ആ സമയം ദോഹയുടെ പാരൻസ് അവിടെ ഉണ്ടായിരുന്നില്ല. അവരിങ്ങനെ റൂമിലേക്ക് വരുന്നതും ഹിയോണാണെങ്കിൽ ദോഹനെ ഹഗ് ചെയ്തിട്ട് എനിക്കിതിന് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവർ കിസ് ചെയ്യാണ്. പിന്നീട് അന്ന് ഹിയോൺ അവിടെയായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത ദിവസം രാവിലെ അവനൊരു ഉറക്കം എഴുന്നേൽക്കാണ്. എന്നിട്ടത് റെഡിയായിട്ട് പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു കയ്യും പിടിച്ച് കിടക്കുന്ന സമയത്ത് സ്കൂൾ ടൈം പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ പോവുകയാണ്. ആ ടൈമിലായിരുന്നു ലീസോരിയും ടേമിനും അതിൽ വരുന്നത്. ഇവരെ കാണുന്നതും നേരെ അവരിങ്ങോട്ടേക്ക് വന്നിട്ട് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നിട്ട് ദോഹയുടെ അടുത്ത് നിനക്ക് സുഖമാണെന്നൊക്കെ ടേമിൻ ചോദിക്കുമ്പോൾ ആ സുഖമായിട്ടിരിക്കുന്നു, നിങ്ങളിപ്പോൾ ഡേറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് 1 വർഷം ആവുന്നു അല്ലേ എന്നിങ്ങനെ ദോഹ അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ ഹിയോണാണെങ്കിൽ ലീസോരിയും ടേമിനും ഡേറ്റ് ചെയ്ത് തുടങ്ങിയത് ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷോക്കായിട്ട് നിങ്ങൾ ഡേറ്റ് ചെയ്യുവാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ലീസോ എടാ പൊട്ട, അതാണ്ടാണ് നിൻ്റെ അടുത്ത് പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളേക്കൊന്ന് വിളിക്കണമെന്ന്. നീ 24/7 വീട്ടിനകത്ത് കയറിയിരുന്ന ഇതൊക്കെ എങ്ങനെ അറിയുമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ടൈമിനും ആ സമയം ഞങ്ങൾ ഡേറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് 1 വർഷത്തിൽ കൂടുതലായി, എന്നിട്ട് നീ ഇപ്പോഴാണ് അറിയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹിയോണാണെങ്കിൽ ഷോക്കായിട്ട് ദോഹയോട് അല്ല നീ ഇതെങ്ങനെ അറിഞ്ഞു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ദോഹ ഞാൻ ഇവരോട് സംസാരിക്കാറുണ്ടല്ലോ അതുകൊണ്ട് എനിക്കറിയാമെന്ന് പറയാണ്. ആ സമയം ലീസോരിയും ടൈമിനും അല്ല നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ സോൾവ് ആയോ, രണ്ടുപേരും സെറ്റായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കുഴപ്പമില്ല അങ്ങനെയൊക്കെ പോകുന്നു എന്ന് അവർ പറയുന്നുണ്ട്. ആ സമയം ടൈമിൻ നിങ്ങളെല്ലാവരും നമ്മുടെ ടീച്ചറിൻ്റെ കല്യാണത്തിന് പോകുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ ടൈമിന് ദോഹയാണെങ്കിൽ ഏത് ടീച്ചർ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എടാ നമ്മുടെ ക്ലാസ് ടീച്ചറായിരുന്നു ഫൈനൽ ഇയറിൽ, ആ ടീച്ചറിൻ്റെ കല്യാണമാണ് 2 ആഴ്ച കഴിയുമ്പോൾ. ഗ്രൂപ്പിൽ ടീച്ചർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ഹിയോണാണെങ്കിൽ ഞാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതേ ടൈമിന് ദോഹയ്ക്ക് ഓർമ്മ വരുന്നത് ഹിയോണിന് ആ ടീച്ചറിൻ്റെ അടുത്ത് ക്രഷ് ഉണ്ടായിരുന്ന കാര്യമൊക്കെയാണ്. പിന്നീട് കാണിക്കുന്നത് നൈറ്റ് ഹിയോണും ദോഹയും ദോഹയുടെ വീട്ടിൽ ഇരിക്കുകയാണ്. ആ സമയം ദോഹ ആർക്കോ മെസ്സേജ് അയച്ച് ഭയങ്കര സംസാരിക്കുമ്പോൾ ആരുമായിട്ടാണ് മെസ്സേജ് അയക്കുന്നതെന്ന് ഹിയോൺ ചോദിക്കുന്നുണ്ട്. ദോഹ ആ സമയം എൻ്റെ കൂടെ കോളേജിൽ പഠിക്കുന്നൊരു ഫ്രണ്ടാണ്, നാളെ ആൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അയാളൊന്ന് മീറ്റ് ചെയ്യാനായിട്ട് പോകും, ഞാൻ വൈകുന്നേരം തിരിച്ചു വരുള്ളൂ എന്ന് പറയാണ്. ആ സമയം ഹിയോൺ നീ അവനെ മീറ്റ് ചെയ്യാൻ പോകണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ദോഹയാണെങ്കിൽ ആ അതേന്ന് പറയുന്നുണ്ട്. അതേസമയം ദോഹയാണെങ്കിൽ നീ പിന്നെ നമ്മുടെ ടീച്ചറിൻ്റെ കല്യാണത്തിന് പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹിയോൺ ഇല്ലയെന്ന് പറയുന്നുണ്ട്. ആ സമയം ദോഹ നീ പൊക്കോ, നീ എന്നെക്കുറിച്ച് ആലോചിച്ചിട്ട് പോവാതെയൊന്നും ഇരിക്കണ്ട, നീ പോയിട്ട് വരാനായിട്ട് പറഞ്ഞിട്ട് ദോഹ കുളിക്കാനായിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ആ സമയം ഹിയോൺ ആലോചിക്കുന്നുണ്ട് എനിക്ക് മുമ്പ് ടീച്ചറിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവൻ മറന്നുപോയോ, അതുകൊണ്ടാണോ അവൻ ഇങ്ങനെ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇനി അവൻ എൻ്റെ അടുത്ത് ദേഷ്യമായിരിക്കുമോ എന്നൊക്കെ. പിന്നീട് അടുത്ത ദിവസം ദോഹയാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹിയോൺ ഒറ്റയ്ക്ക് ഇരിക്കുമായിരുന്നു. ആ സമയം ലീസോരിയും ടൈമിനും അവനും മീറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ അവൻ്റെ ഡൗട്ടായിട്ടുള്ള കാര്യമൊക്കെ ലീസോരിയുടെ അടുത്തും ടൈമിൻ്റെ അടുത്തും പറഞ്ഞിട്ട് ദോഹയ്ക്ക് ഇവ എന്നെ ഇഷ്ടമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം അവർ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല, ഇനിയിപ്പോൾ നിനക്കങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നീ നിൻ്റെ ഇഷ്ടം കുറച്ചുകൂടെ ഒന്ന് പ്രകടിപ്പിക്കുക, എന്നാലേ നിനക്ക് അവനെ എന്തുമാത്രം ഇഷ്ടമാണെന്ന് അവന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് നീയാണെങ്കിൽ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അവൻ ഇട്ടിട്ട് പോകത്തേ ഉള്ളൂ. നീ എത്ര ദിവസം അവൻ്റെ അടുത്ത് ഐ ലവ് യു എന്ന് പറയുമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഹിയോൺ അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ടൈമിനാണെങ്കിൽ കണ്ടോ നീ അതുപോലും പറയുന്നില്ല, പിന്നെ നിൻ്റെ ഇഷ്ടം അവൻ എങ്ങനെ മനസ്സിലാക്കാനാ, നീ അതൊക്കെ പറയണം, ഒന്ന് എക്സ്പ്രസ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവനെ രണ്ടുപേരും കൂടെ ഓരോന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നീട് നൈറ്റ് ആകുമ്പോൾ ദോഹ അവൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവനെ പിക്ക് ചെയ്യാനൊക്കെ ഹിയോൺ പോകുന്നുണ്ട്. ദോഹ അപ്പോൾ എന്നെ പിക്ക് ചെയ്യാനൊക്കെ നീ വന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഹിയോണാണെങ്കിൽ അത് പിന്നെ ഞാൻ വരണ്ടേ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നീ നിൻ്റെ ഫ്രണ്ടിനോട് പോയപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു, അടിച്ച് പൊളിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ദോഹയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഹിയോണിൻ്റെ കൂടെ നടന്നു പോവാണ്. ഹിയോൺ ആ സമയം ദോഹയുടെ അടുത്ത് നീ നാളെ ഫ്രീ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ദോഹ അതേന്ന് പറയുമ്പോഴത്തേക്ക് ഹിയോണാണെങ്കിൽ നമുക്കൊരു ഡേറ്റിന് പോകാമെന്ന് പറയുന്നുണ്ട്. ദോഹ ആ സമയം ഓക്കെ എന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം അവർ രണ്ടുപേരും ഡേറ്റിനൊക്കെ പോകുന്നുണ്ട്. ഹിയോൺ ദോഹയ്ക്ക് വേണ്ടി ഒരു പൂവൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ദോഹയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവർ കറങ്ങാനൊക്കെ പോകുന്നുണ്ട്, ഫോട്ടോ ബൂത്തിൽ പോയിട്ട് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. തിരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് അവർ ബീച്ചിലോട്ട് വീണ്ടും പോകുന്നുണ്ട്. ആ സമയം ഹിയോണാണെങ്കിൽ ദോഹയോട് നീ എൻ്റെ കൂടെ നിന്നിട്ട് മടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ദോഹ ഇല്ല എന്ത് പറ്റി അങ്ങനെ ചോദിക്കാൻ കാരണം എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അത് പിന്നെ ടീച്ചറിൻ്റെ കല്യാണത്തിനൊക്കെ പൊക്കോളാനായിട്ട് നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ, നിനക്ക് ജലസ് ഉള്ളതായിട്ടും തോന്നിയില്ല, അതുകൊണ്ട് എൻ്റെ അടുത്ത് നിനക്ക് ഇപ്പം ഇഷ്ടമല്ല, എനിക്ക് ഡൗട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചതെന്നിങ്ങനെ പറയുന്ന സമയത്ത് ദോഹയാണെങ്കിൽ അപ്പം അതുകൊണ്ടാണല്ലേ എന്നെ ഇന്ന് ഡേറ്റിനൊക്കെ കൊണ്ടുവന്നത്, നീ മേടിക്കുകയൊന്നും വേണ്ട, എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണ്, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്, സത്യം പറഞ്ഞാൽ നീ ടീച്ചറിൻ്റെ കല്യാണത്തിന് പോകണമെന്ന് എനിക്ക് ഒട്ടും താല്പര്യമില്ല, ആ സമയത്ത് നീ എന്നോട് ഇരിക്കണമെന്ന് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. ആ സമയം ഹിയോണാണെങ്കിൽ 2 മോതിരം എടുത്ത് കാണിച്ചിട്ട് നമ്മളെന്തായാലും ഡിസ്റ്റൻസിൽ തന്നെ നിൽക്കാൻ പോവല്ലേ, അപ്പം നീ എൻ്റേതാണെന്ന് എല്ലാവരെയും കാണിക്കാനായിട്ട് ഒരു സാധനം വേണ്ടേ, അതുകൊണ്ട് ഞാൻ ഈ മോതിരം നിൻ്റെ കയ്യിലിട്ട് തന്നോട്ടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ദോഹയും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും പരസ്പരം കയ്യിൽ മോതിരമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
പിന്നീട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഹിയോൺ ദോഹയ്ക്ക് കഴിക്കാനായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കഴിച്ചു നോക്കിയിട്ട് നല്ല രസമുള്ള ഫുഡാന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ദോഹയ്ക്ക് പോകാനുള്ള ദിവസമാവുന്നുണ്ട്. അങ്ങനെ ദോഹ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് അവനെ കൊണ്ടുവിടാനായിട്ട് ഹിയോണും വന്ന് നിൽക്കുന്നുണ്ട്. ആ സമയം ദോഹയാണെങ്കിൽ ഞാൻ പോകുന്നതിന് നിനക്ക് സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹിയോണാണെങ്കിൽ കുഴപ്പമില്ല, നിന്നെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ കാണാനായിട്ട് അങ്ങോട്ട് ജർമ്മനിയിലോട്ട് വരും. നിന്നെ വിട്ട് കളയണമെന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വിളിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ദോഹ എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ കാണാൻ വരാമെന്ന് പറയുമ്പോൾ ഹിയോണും ഞാനും ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു സീരീസ് ഇവിടെ എൻ്റെ ആവുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.